നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നേസൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് എയ്ഡായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആക്റ്റീവായിട്ട്, അതായത് ബ്ലീഡിങ് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യൂഷ്വലി ഒരു പേഷ്യൻറ്റിനെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ബ്ലീഡിങ് നിർത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അതായത് നേസൽ പാക്കിംഗ്, മൂക്കിനകത്ത് ഒന്നുകിൽ റിബൺ ഗോസ് അത് വെച്ച് മൂക്ക് പാക്ക് ചെയ്യുക, പ്രഷർ അപ്ലൈ ചെയ്ത് ബ്ലീഡിങ് നിർത്തുക. അല്ലെങ്കിൽ ഇപ്പം സ്പഞ്ച് മാതിരിയുള്ള മെറ്റീരിയലുകളുണ്ട്, ആ മെറ്റീരിയൽ വെച്ച് മൂക്ക് പാക്ക് ചെയ്ത് ബ്ലീഡിങ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതിനൊപ്പം പേഷ്യൻറ്റിന് അധികം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ BP സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ നഷ്ടപ്പെട്ട ബ്ലഡ് നമ്മൾ റീപ്ലേസ് ചെയ്യുക, അതായത് IV ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തന്നെ കൊടുക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. ഈ ഒരു ഘട്ടത്തിന് ശേഷം പേഷ്യൻറ്റ് സ്റ്റേബിളായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂഷ്വലി 24 to 48 hours ആ പാക്ക് മൂക്കിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം പാക്ക് റിമൂവ് ചെയ്ത് നമ്മൾ നേസൽ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. അപ്പോൾ നേസൽ എൻഡോസ്കോപ്പിയിൽ ഈ പറഞ്ഞ പോലെ ഈ ബ്ലഡ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടെത്താനും അല്ലെങ്കിൽ ഈ ബ്ലീഡിങ്ങിനുള്ള കാരണം എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പലപ്പോഴും ഒരു ബ്ലീഡിങ് സ്പോട്ട് തന്നെ കണ്ടേക്കാം. ഇത് നമുക്ക് കോട്ടറൈസ് ചെയ്യാം അല്ലെങ്കിൽ കരിക്കാം. അത് കെമിക്കൽ വെച്ച് കരിക്കും, ഇല്ല ഇലക്ട്രോ കോട്ടറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് താനും. അപ്പോൾ അത് OPയിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഒരു 80% പേഷ്യൻസിലും ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് കോട്ടറൈസ് ചെയ്യുകയും ചെയ്താൽ ഈ ബ്ലീഡിങ് നിർത്താവുന്നതാണ്. എന്നാൽ പല പേഷ്യൻസിനും അണ്ടർലൈങ് വേറെ ഇഷ്യൂസ് കാണും. ഉദാഹരണത്തിന് ബ്ലഡ് പ്രഷേഴ്സ് കൺട്രോൾഡ് അല്ലാത്ത പേഷ്യൻസ്. അപ്പോൾ വളരെ ഹൈ ബ്ലഡ് പ്രഷേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെയും ബ്ലീഡിങ്ങിനുള്ള സാധ്യതകൾ ഏറുകയാണ്. അപ്പോൾ ഈ പേഷ്യൻസിൻ്റെ ബ്ലഡ് പ്രഷേഴ്സ് കൺട്രോൾ ചെയ്യണം, അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കാർഡിയാക് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസാണ്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മെഡിസിൻസ് എടുക്കുന്ന പേഷ്യൻസാണ്. ആ പേഷ്യൻസിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഈ പറഞ്ഞ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ ബ്ലീഡിങ് നിൽക്കുകയുള്ളൂ. ലിവർ ഫെയിലിയർ പേഷ്യൻസ്, ലിവർ ഇഷ്യൂസ്, ലിവറിന് അസുഖമുള്ള പേഷ്യൻസ്, ഈ പേഷ്യൻസിൽ ജനറലി ക്ലോട്ടിംഗ് മെക്കാനിസംസിനെ ബാധിക്കുന്നതാണ്. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള വൈറ്റമിൻസ് ലിവറിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിവർ ഡിസീസസ് ഉള്ള പേഷ്യൻസിൽ ഈ പറഞ്ഞ ഒരു മെക്കാനിസം ഒരുപക്ഷെ എഫക്റ്റഡ് ആകാം. ഇപ്പോൾ ഒരു 80% പേഷ്യൻസിലും നേസൽ പാക്കിംഗ്, അതിനുശേഷം എൻഡോസ്കോപ്പി, അതിനുശേഷം അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇല്ല കോട്ടറൈസേഷൻ, ഈ സിറ്റുവേഷൻസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ചിലപ്പോൾ മൂക്കിനകത്ത് ട്യൂമേഴ്സ് കണ്ടെത്താം, ഗ്രോത്തുകൾ കണ്ടെത്താം. അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വേണ്ടതാണ്. അത് ചിലപ്പോൾ ബയോപ്സി ചെയ്യേണ്ടി വരും. ബയോപ്സി ചെയ്തതിന് ശേഷം അതിൻ്റെ ഡയഗ്നോസിസ് അറിഞ്ഞിട്ട് അതെന്താണ് ഫർദറായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഫർദറായിട്ട് എങ്ങനെ കൊണ്ടുപോകണോ എന്നുള്ളത് അതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. ഒരു ചെറിയ ശതമാനം പേഷ്യൻസിൽ ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകൾ, എൻഡോസ്കോപ്പി ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഫൈൻഡിങ്സ് കണ്ടില്ലെന്ന് വരാം. എന്നാൽ ബ്ലീഡിങ് പേഴ്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലീഡിങ് തുടരുകയോ ചെയ്യാം. അങ്ങനെയുള്ള പേഷ്യൻസിൽ നമുക്കുള്ള ഓപ്ഷൻസ് ഈ മൂക്കിനകത്തോട്ട് മെയിനായിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽ നമുക്ക് ക്ലിപ്പ് ചെയ്യാം. എൻഡോസ്കോപ്പിക് സ്ഫീനോപാൽറ്റൈൻ ആർട്ടറി ലൈഗേഷൻ എന്ന് പറയും. ആ ഒരു ഘട്ടത്തിലും ബ്ലീഡിങ് നിൽക്കാത്ത പേഷ്യൻസിന് നമുക്ക് കഴുത്തിലുള്ള മെയിൻ ബ്ലഡ് വെസൽസ് തന്നെ ലൈഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ലൈഗേഷൻ. അല്ലെങ്കിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്ന ബ്ലഡ് വെസൽ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ചില മെറ്റീരിയൽസ് ഇഞ്ചെക്റ്റ് ചെയ്ത് ആ ബ്ലഡ് വെസൽ ബ്ലോക്ക് ചെയ്യാനും പറ്റുന്നതാണ്. താങ്ക് യു.